ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ നമുക്ക് പല ക്രൂഷ്യൽ മൊമെൻറ്റ്സും വരും. ഈവൻ നമുക്കൊരു സൊല്യൂഷൻ കിട്ടില്ലെന്ന് പറഞ്ഞ പ്രശ്നങ്ങളും വരും. ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പല തരം പ്രശ്നങ്ങളായിരിക്കും. കാരണം മനുഷ്യരാണ്, പ്രോബ്ലംസ് ഡെയിലി ഫേസ് ചെയ്തുകൊണ്ട് വരും. അപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കും. സോ അതിനെ ചൊല്ലി ചിലവർ മദ്യപാനത്തിലോട്ട് കിടക്കാം, ചിലവർ പല പല അഡിക്ഷനിലോട്ടോ കിടക്കാം, ചീത്ത ശീലങ്ങളിലോട്ട് കിടക്കാം. ചിലവർ അവരുടെ ഡെയിലി ഹാബിറ്റ് ബ്രേക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ അതിനൊരു സൊല്യൂഷൻ കണ്ടതിന് ശേഷം മാത്രം ഈ പറഞ്ഞ പഴയ പോലെ തുടങ്ങാൻ നോക്കും, അല്ലെങ്കിൽ നല്ല ശീലങ്ങളൊക്കെ അന്നേരം തുടരാൻ നോക്കും. അതുവരെ അവർ പിന്നെയും ആ നല്ല ഹാബിറ്റ്സൊക്കെ നിർത്തിയിട്ട് ഈ പറഞ്ഞ പ്രശ്നത്തിൻ്റെ പുറകെ നടക്കാൻ ഞാൻ കാണാറുണ്ട്. പല ആൾക്കാരും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എനിക്കിത് മെയിനായിട്ട് പറയാൻ കാരണം എൻ്റെ ഒരു സുഹൃത്തിനുണ്ടായ അനുഭവമൊക്കെ വെച്ച് ഞാൻ എന്ത് ചെയ്യണം. അപ്പോൾ അവനും മെയിനായിട്ട് ഇതൊരു പ്രശ്നം, അവൻ്റെ ലൈഫിൽ ഒരു പേഴ്സണൽ പ്രശ്നം നടന്നു. അവന് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ വരും. അപ്പോൾ അവൻ ഈ പറഞ്ഞ പോലെ തന്നെ അവൻ്റെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങളെല്ലാം ഡിസോർഡർ ആക്കിയതിന് ശേഷം അതിനൊരു സൊല്യൂഷൻ കിട്ടുമ്പോൾ പിന്നെയും പുള്ളി പഴയ പോലെയാവും. അപ്പോൾ എന്നോട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ അവന് മെൻ്റലി അവൻ ഡൗൺ ആവുകയാണ്. അപ്പോൾ അവന് ഈ പറഞ്ഞ പോലെ തന്നെ ഹാബിറ്റ്സ് ഒന്നും തുടരാൻ പറ്റില്ല. പക്ഷേ അതിനൊരു സൊല്യൂഷൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരന് ഇത് ഡീൽ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ പറയുന്നത്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തു, അപ്പോൾ നിനക്ക് എന്തായാലും സൊല്യൂഷൻ വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നീ ഈ പ്രശ്നം വരുമ്പോഴും ഈ നല്ല ഹാബിറ്റ്സ് തുടർന്നുകൊണ്ടിരിക്കുക, എന്തായാലും സൊല്യൂഷൻ വരുമല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു നല്ല ശീലം, അല്ലെങ്കിൽ നമ്മുടെ മെൻ്റലി നമ്മൾ വീക്കായാലും അതിന് സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ അവന് ആ സൊല്യൂഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ അത് 1 വീക്കോ 2 വീക്കോ കഴിഞ്ഞിട്ടായിരിക്കും സൊല്യൂഷൻ. ഓരോ പേഴ്സണൽ പ്രശ്നമാണ്, അവൻ്റെ പ്രശ്നങ്ങളൊന്നും നമ്മൾ ഫുള്ളായിട്ട് തുറന്നു പറയില്ല. എന്നാൽ എനിക്ക് മനസ്സിലായാലും പുള്ളിക്കാരന് സൊല്യൂഷൻസും കിട്ടുന്നുണ്ട്. സൊല്യൂഷൻസ് ഇല്ലാത്ത പ്രോബ്ലംസ് ഒന്നുമില്ല, എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ നമ്മളത് ആ ഒരു സമയം നമുക്ക് ഒന്നിങ്ങി വിഷമിച്ചിരിക്കാം, രണ്ട് നമ്മുടെ ഹാപ്പി ആയിട്ട് തന്നെ തുടരാം. എന്തായാലും സൊല്യൂഷൻ ഒന്ന് കിട്ടിയിരിക്കും. ഹാപ്പി ആയിട്ട് തുറന്നാലത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ദിവസം ഇപ്പോൾ ഒരു പ്രശ്നം വന്നു, നമുക്കൊരു 5 ദിവസം കഴിയുമ്പോൾ സൊല്യൂഷൻ കിട്ടും. ഈ 5 ദിവസം നമുക്ക് വിഷമിച്ചിരിക്കാം, 5 ദിവസം നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം. റിസൾട്ട് എന്തായാലും സൊല്യൂഷൻ എന്തായാലും ഒരെണ്ണം വരും. മനസ്സിലാട്ടോ? ഈ വിഷമിച്ചിരുന്നാലും സൊല്യൂഷൻ വരുന്നില്ല, സന്തോഷിച്ചിരുന്നാലും സൊല്യൂഷൻ വരുന്നില്ലെങ്കിൽ നമുക്ക് ആ ഒരു 5 ദിവസത്തെ ഗ്യാപ്പ് വെച്ച് പറയാം. 5 ദിവസം കൊണ്ട് വിഷമിച്ചിരുന്നാലും നമുക്കതിന് സൊല്യൂഷൻ കിട്ടുന്നില്ലെന്ന് വെച്ചു. 5 ദിവസം സന്തോഷിച്ചിരുന്നാലും നമുക്കതിന് സൊല്യൂഷൻ കിട്ടുന്നില്ല. ഞാൻ പറയുകയാണെങ്കിൽ എന്തായാലും ഈസി കെൽറ്റ് സൊല്യൂഷൻ കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് ആ 5 ദിവസം സന്തോഷമായിട്ടിരുന്നാൽ പറയാം. നമ്മുടെ 5 ദിവസമല്ലേ പോണത്, സന്തോഷമായിട്ടിരിക്കുക. പക്ഷേ ഞാൻ പറയാൻ പോണത്, നമുക്ക് സൊല്യൂഷൻ കിട്ടാത്ത പ്രോബ്ലം ഇല്ല. ഇച്ചിരി വൈകിട്ടായാലും സൊല്യൂഷൻ കിട്ടും. അതിന് നമ്മൾ ഹാപ്പി ആയിട്ട് ആ മൊമെൻറ്റ് നമ്മൾ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ആ സൊല്യൂഷൻ കിട്ടുമ്പോൾ നമുക്ക് ആ പോയ ദിവസങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട വരില്ല. സോ നിങ്ങൾ അതൊന്ന് കെയർഫുള്ളാവുക. അപ്പോൾ ഞാൻ ഒരു മെയിനായിട്ട് കാര്യം പറയുകയാണ്, ഒരിക്കലും നമ്മുടെ പോയ ദിവസങ്ങളൊന്നും തിരിച്ചു കിട്ടാൻ പോകില്ല. എന്തായാലും പ്രശ്നങ്ങൾ സൊല്യൂഷൻ കിട്ടും. സോ നിങ്ങൾ ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ജിമ്മിൽ പോകുന്ന ഒരു ആളാണെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ലൈഫിൽ പല പ്രോബ്ലംസും വരുമായിരിക്കും. പക്ഷേ നിങ്ങൾ ജിമ്മിൽ പോകണമെന്ന് ആരും തുടർന്നുകൊണ്ട് ഇരിക്കുക. മനസ്സിലാവുണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിൽ ഇപ്പോൾ ജിമ്മിൽ ഡെയിലി പോകുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു പേഴ്സണൽ പ്രശ്നം വന്നിട്ട് അവനത് ബ്രേക്ക് ചെയ്യുക. അവനൊരു 2 ആഴ്ച കഴിയുമ്പോൾ ഇതിന് സൊല്യൂഷൻ കിട്ടുമായിരിക്കും, ആ പ്രശ്നങ്ങൾ സോൾവ് ആയിരിക്കും. പക്ഷെ അവൻ 2 ആഴ്ച അവൻ വർക്കൗട്ടെല്ലാം കാര്യങ്ങളും പറ്റി ഫുള്ള് ഡിസോർഡർ ആയി പോയില്ലേ. അതേസമയം 2 ആഴ്ച അവൻ കറക്റ്റായിട്ട് ജിമ്മിലും കാര്യങ്ങളൊക്കെ പോകുമായിരുന്നെങ്കിൽ ഈ സൊല്യൂഷൻ കിട്ടുമ്പോഴും അവൻ്റെ ഫിസിക്കലി കാര്യങ്ങളോ അല്ലെങ്കിൽ മെൻ്റൽ ഇതൊക്കെ ഓക്കെ ആയിട്ട് ഇരിക്കും. ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്, പല മേഖലകളോട് നിങ്ങൾ കണക്ട് ചെയ്യുക. നിങ്ങൾ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യണത് ആ മേഖലയിൽ ഒരിക്കലും നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ അതിനെ നിങ്ങൾ നോക്കാണ്ടിരിക്കരുത്. എന്ത് ചെയ്താലും അതിനെ കറക്റ്റായിട്ട് വൃത്തിക്ക് ചെയ്യുക. പ്രശ്നങ്ങൾ വരും പോവും, നിങ്ങളതിനെ നോക്കിക്കാണുന്ന രീതിയാണ് മാറ്റേണ്ടത്. നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും സോൾവ് ആവും. ഞാൻ പറയുകയാണ്, ഡെയിലി നമുക്ക് പ്രശ്നങ്ങൾ വരും. അത് പ്രശ്നങ്ങളില്ലാത്ത ദിവസങ്ങളില്ല. ഇതിനെ സോൾവ് ചെയ്താണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. പ്രശ്നങ്ങൾ നമ്മൾ ചെറിയൊരു ഇതായിട്ട് കാണാം, എന്തായാലും വരും. സോ നമ്മളതിനെ ഫേസ് ചെയ്ത് മുമ്പോട്ട് പോകാം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിനെ അത് ബാധിക്കരുതാത്ത രീതിയിൽ നമ്മളതിനെ ആക്കുക. ഓക്കെ, ഹാപ്പി.